Hello, this is designer Abisha and welcome to my channel. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തി ഡിസൈൻ ആണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. ഇതുപോലെ എംബ്രോയിഡറി വീഡിയോസും ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ആണ് എൻ്റെ ചാനലിലെ കണ്ടന്റ്. അപ്പോൾ ഈ ടോപ്പ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പ്ലെയിൻ കുർത്തിയാണ് എടുത്തിട്ടുള്ളത്. അതിന് സ്റ്റിച്ചഡ് കുർത്തിയിലാണ് ചെയ്യുന്നത്. സ്ലീവ്സിലും നെക്കിലും ലൈറ്റ് ബ്ലൂ കളറുള്ള പൈപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കണം. ഒരു സിമ്പിൾ പാറ്റേൺ ആണ് വരുന്നത്, ജോമെട്രിക് ആയിട്ടുള്ള. നിങ്ങൾക്ക് ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്ന്. അത് സ്കെയിൽ കൊണ്ട് വരച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയ ഫ്ലവേഴ്സും ലീവ്സും ആഡ് ചെയ്യാനുള്ള ചെറിയ സ്റ്റെംസ് പോലെ വരച്ചിട്ടുണ്ട്. ഇതാണ് പാറ്റേൺ. അപ്പം ഞാൻ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ടോപ്പ് മോസ്റ്റിൽ കുറച്ച് ഏരിയ കൂടിയേ ചെയ്യാനുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ കാട്ടാൻ പോകുന്നത്. ഇത് സെയിം മെത്തേഡാണ് എല്ലാം ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിയാൽ അറിയാം പെട്ടെന്ന് കഴിയുന്നത്. അത്രയും സിമ്പിളാണ്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കുർത്തി ഡിസൈനാണിത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളർ എംബ്രോയിഡറി ത്രെഡ് എടുത്തിട്ടുണ്ട്. 6 സ്റ്റാൻഡ് എംബ്രോയിഡറി ത്രെഡ് സിംഗിൾ ലെയറിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ ലൈൻസ് ചെയ്യുന്നത്. ലൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ച് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഒരുപാട് തവണ ചെയ്ത് കാട്ടി തന്നിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നിങ്ങൾക്ക് നീഡിലിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ബാക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. ഇതേപോലെ തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ലൈൻസും ഇതേ മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെയാണ്, പക്ഷെ ഇടയിൽ ഗ്യാപ്പ് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ബാക്കോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിൽ തന്നെ ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് അപ്പുറത്തെ അറ്റം വരെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ ലൈൻസും ഇതേ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത് ചെയ്താൽ മതി. എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഇപ്പം ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളത്. ഈ ലൈനിൻ്റെ അറ്റം വരെ ഈ മെത്തേഡ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ആ ലൈൻ ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ക്രോസ് ചെയ്തിട്ടൊരു ലൈന് പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് സൂചി ലൈനിൻ്റെ ഇപ്പുറത്തെ അറ്റത്തുനിന്ന് എടുക്കുവാണ്, കണക്ട് ചെയ്തിട്ട്. അങ്ങനെ ചെയ്താൽ മതി. ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നൂല് മാറ്റി ചെയ്യണ്ട, അവിടെ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി. ഇട്ടിട്ട് അതും ബാക്ക് സ്റ്റിച്ച് തന്നെയാണ്. അവിടെ നിന്ന് ഞാൻ ആ ബാക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ലൈനിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട്, അവിടേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ആ ലൈൻസ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തു. ക്രോസ് ചെയ്തിട്ടുള്ള എല്ലാ ലൈൻസും നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്തു. ഇനി നമുക്ക് സ്റ്റെമ്മും ലീഫും ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു ഗ്രീൻ കളർ എംബ്രോയിഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. 6 സ്റ്റാൻഡ് എംബ്രോയിഡറി ത്രെഡ് സിംഗിൾ ലെയറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റെംസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സ്റ്റെം ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ലീവ്സ് വരുന്നത് ലേസി സ്റ്റിച്ചാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടല്ല സ്റ്റെമ്മിന് ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് ഇടുന്നതിൻ്റെ ഇടയിൽ ആ ലീഫും പിന്നെ ഫ്ലവേഴ്സിലേക്കുള്ള സ്റ്റെമ്മും ഒക്കെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ടു. ആ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മെത്തേഡ് മനസ്സിലാവും. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ 2 സ്റ്റിച്ച് ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഫ് ചെയ്തെടുക്കണം. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഫ് തുടങ്ങുന്ന പോയിന്റിലേക്ക് സൂചി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അത് നമ്മളിപ്പോൾ ഇട്ട സ്റ്റിച്ചിൻ്റെ ഓൾമോസ്റ്റ് സൈഡിലായിട്ടാണ് വരിക. അങ്ങോട്ട് സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം ഒരു വലിയ ലേസി സ്റ്റിച്ചാണ് ഞാൻ ഇടുന്നത്. അതാണ് ലീഫായിട്ട് മാറുന്നത്. ലേസി സ്റ്റിച്ചും ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ കാട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ കയറിയ ലേസി ഫ്ലവർ ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും. അതിൽ ക്ലിയർ ആയിട്ട് സ്റ്റിച്ചസ് വിസിബിൾ ആയിരിക്കും. ഇനി അഥവാ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ലീഫ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലീഫ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ,
നീഡിൽ മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ സ്റ്റിച്ച് ആണെങ്കിൽ ഈസി ഡേസിയും ബാക്ക് സ്റ്റിച്ചും ഒക്കെ വരുന്നത് ഈ 2 സ്റ്റിച്ച് മാത്രമേ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ സ്റ്റിച്ചുകളൊന്നും ഇല്ല. അപ്പൊ നെക്സ്റ്റ് ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലൂടെ സൂചി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ ലെങ്ത്തിൽ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും ഒരു ലീഫ് ആഡ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റിച്ചും സെക്കൻഡ് ലീഫ് സ്റ്റിച്ചും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫുകൾ ആഡ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തത് സ്റ്റെമ്മിൻ്റെ പോർഷനിലേക്ക് തന്നെ കടക്കും. ആ ലീഫ് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ സ്റ്റെമ്മിലേക്ക് തന്നെ സൂചി കുത്തിയെടുക്കണം. ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിട്ടിട്ട് കുത്തിയെടുത്തത്. എന്നിട്ട് ബാക്കോട്ട് അത് ഫിനിഷ് ചെയ്തെടുക്കും. ഓക്കെ. ഇനി നമുക്ക് താഴെയുള്ള 2 ഫ്ലവറിന്റെ സ്റ്റെമ്മ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സൂചി സ്റ്റെമ്മിലേക്ക് കണക്ട് ചെയ്യാണ്. ഇപ്പൊ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, സൈഡിലേക്ക് നമ്മൾ ആ ബാക്ക് സ്റ്റിച്ചിനെ കണക്ട് ചെയ്തെടുത്തു. അതിനുശേഷം അത് സെയിം സ്റ്റിച്ചിലേക്ക് ഫിനിഷ് ചെയ്യാം. അപ്പം ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു സ്റ്റെമ്മ് നമുക്ക് കിട്ടും. കണ്ടോ? ഇപ്പൊ പുറത്തേക്ക് എല്ലാ ഫ്ലവറിനെ അറ്റാച്ച് ചെയ്യുന്ന സ്റ്റെമ്മ് നമുക്ക് കിട്ടി. ഇനി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ തന്നെ ഒറ്റ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പൊ 2 ഭാഗത്തേക്കുള്ള സ്റ്റെമ്മായി കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ആ ലെങ്തി ആയിട്ടുള്ള സ്റ്റെമ്മ്, സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റെമ്മ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ത്രെഡിന്റെ യൂസ് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫ്ലവേഴ്സും കൂടെ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. ഇതോടെ നമ്മുടെ സ്റ്റെമ്മിന്റെ ഏരിയ ഫിനിഷ് ചെയ്ത് ഇനി നമുക്ക് ആ ഗ്രീൻ ത്രെഡ് ബാക്കിൽ നിന്ന് ഫിനിഷ് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫ്ലവേഴ്സ് ആണ് ചെയ്യേണ്ടത്. അതിനും ലേസി ഡേസി സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സൈഡിലുള്ള ഫ്ലവേഴ്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ സ്റ്റെമ്മിന്റെ അടുത്തുനിന്ന് സൂചി കുത്തിയെടുത്തിട്ട് ഒരു ചെറിയ ലേസി ഡേസി സ്റ്റിച്ച് സെൻട്രലായിട്ട് ഇടുകയാണ്. ലീഫ് ചെയ്ത അത്ര വലുപ്പം വേണ്ട. ഇത് ചെറിയ ഫ്ലവർ ആയിട്ടാണ് വരുന്നത്. മുകളിലുള്ള ഫ്ലവർ ആണ് കുറച്ചുകൂടി വലുപ്പം ഉള്ളത്. അപ്പോൾ ആ ലീഫിനെക്കാട്ടും ഒരു ശകലം ചെറുതായിട്ട് വേണം ഈ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സ്റ്റിച്ച് സെൻട്രലിൽ ഇടുക. സെൻട്രലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 2 സൈഡിലേക്കും അത് സെൻറ്റർ സ്റ്റിച്ച് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന് 2 സൈഡിലേക്കും അതേ ആംഗിളിൽ തന്നെ സൈഡിലേക്കായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് ഫ്ലവർ ഫിനിഷ് ചെയ്ത് കിട്ടും. ഇതേ മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫ്ലവറും ഫിനിഷ് ചെയ്യേണ്ടത്. മുകളിലുള്ള ഫ്ലവർ മാത്രം കുറച്ചുകൂടി വലിയ പെറ്റൽസ് ആണ് വരുന്നത്. ഈ ഫ്ലവറിന് 3 പെറ്റൽസേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് പെറ്റലും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലൂടെ ഒരു പെറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലവർ ഫിനിഷ് ആയി കിട്ടും. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കേ ഉള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് ആ ചെസ്റ്റ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ടോപ്പ് ഏരിയ, യോക്ക് ഏരിയ കവർ ചെയ്യുന്നൊരു ഡിസൈനാണ്. കുറഞ്ഞ ടൈമിൽ വലിയൊരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഫ്ലവർ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി അപ്പുറത്തെ തണ്ടിലേക്ക് സൂചി എടുത്തിട്ട് നമുക്ക് അടുത്ത ഫ്ലവറും കൂടെ ഇതേ മെത്തേഡിൽ തന്നെ ഫിനിഷ് ചെയ്യാണ് വേണ്ടത്. അതിനുവേണ്ടി നെക്സ്റ്റ് സൈഡിലേക്ക് നമ്മൾ സൂചി എടുത്തിട്ട് ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് സെൻറ്റർ സ്റ്റിച്ച് ഇടുക, പിന്നെ 2 സൈഡിലും സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക.
അപ്പം നമ്മൾ ആ ഫ്ലവറും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്റർ മോസ്റ്റ് ഫ്ലവറാണ് നമുക്ക് ചെയ്യേണ്ടത്. ഏറ്റവും ടോപ്പിലുള്ള ഫ്ലവറാണ്. ഇത് കുറച്ച് വലുപ്പത്തിലാണ് വരുന്നത്. അതായത് നമ്മൾ താഴെയുള്ള ഫ്ലവർ ചെയ്തതിനെക്കാട്ടും ഒരു പൊടി വലുപ്പം കൂടുതൽ വേണം ഈ ഫ്ലവറിന്. അതിനുവേണ്ടി സെൻറ്റർ പെറ്റൽ കുറച്ചുകൂടി ലെങ്തിയർ ആയിട്ട് കൊടുക്കണം. ഡേസി സ്റ്റിച്ച് നിങ്ങൾ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണാൻ പറ്റും. അതേപോലെ ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സൂചിയുടെ അടിയിലൂടെയാണ് നൂല് പോകുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോഴാണ് ആ ലൂപ്പ് ഫോം ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞ് ഇനി നേരത്തെ ഫ്ലവർ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലും കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ ഈ മോട്ടീഫ് ഫിനിഷ് ആവും. ഇത്രയും സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പുറത്തെ സൈഡിലും കൂടെ സ്റ്റിച്ച് ഇട്ടിട്ട് ഇത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. ഇനി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. വീണ്ടും കാണുന്നവരെ.